മോദി ഗവൺമെൻറ് ഒരു കാരണവശാലും വിചാരിച്ചില്ല ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അജിറ്റേഷൻ അതിന് മറ്റൊരു ഡയമെൻഷൻ ഉണ്ടാകും, ഇതേപോലെ ഒരു മാസീവ് സപ്പോർട്ട് കിട്ടുമെന്ന് അവർ വിചാരിച്ചില്ല. അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ഈ CJP നയിക്കുന്ന, വാങ്ചുക് നയിക്കുന്ന ഈ പ്രൊട്ടസ്റ്റ് അജിറ്റേഷൻ കഴിഞ്ഞ 28-29 ദിവസമായി ഇതിനെ പൂർണ്ണമായിട്ടും അങ്ങ് ഇഗ്നോർ ചെയ്തു. എന്താണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടി നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞത്? ഇത് BJP സ്പോൺസേഡ് ആയിട്ടുള്ള അവരുടെ B ടീമാണ് നടത്തുന്നത്, ഇതിൻ്റെ പിറകിൽ RSS ആണ്, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളാണ് കൊടുത്തത്. പക്ഷെ പിക്ചറൊക്കെ മാറിയത് 20-ാം തീയതി CJP നടത്തിയ പാർലമെൻറ്റ് മാർച്ചാണ്. ഇത്രമാത്രം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ട് അവിടേക്ക് ഇത്രമാത്രം ചെറുപ്പക്കാർ, അതായത് ഏകദേശം 1 ലക്ഷത്തിനടുപ്പിച്ച് ചെറുപ്പക്കാർ രാവിലെ 2 മണിക്കും അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് ട്രെയിനിലാണെങ്കിലും മറ്റുള്ള രീതിയിലും അങ്ങോട്ട് വരുന്നു. കൊനാട്ട് പ്ലേസിലോട്ടും CP-യിലോട്ടും ന്യൂഡൽഹിയിലോട്ട് വരുന്നു. അതിൻ്റെ പിച്ച് വേറെയായിരുന്നു. സമാധാനമായിരുന്നു മാർച്ച്. അവർ പാർലമെൻറ്റിൽ കയറ്റത്തിൽ ഇതൊക്കെ സംഭവം ഉണ്ടായി. ഇതിനെയെല്ലാം ഇത്രമാത്രം പോലീസ് സംവിധാനങ്ങളുണ്ടായിരുന്നു, CRPF, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ് എല്ലാം ഉണ്ടായിട്ട് പോലും അവർ കയറി. അവരത് സക്സസ്ഫുള്ളി ഈ സംഭവം അങ്ങ് നടന്നു. ഗവൺമെൻറ്റിന് പിടികിട്ടി സംഭവം കൈവിട്ടു പോകുന്ന ഗെയിമാണ്. ഇത്രമാത്രം പോലീസ് ബ്രൂട്ടാലിറ്റി കാണിച്ചു. ഈ CJP-കാരും തിരിച്ചടിച്ചു, ശരിക്കും കൊടുത്തു. ഇതേപോലെ പത്രക്കാർ, ഗോധി മീഡിയ അവർക്കും കൊടുത്തു. അതിനെപ്പറ്റി വേറെ വീഡിയോ പറയാം. അപ്പം ഇതൊരു മാസീവായെന്ന് പിടികിട്ടി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും. ഇപ്പം ഞാൻ ചില കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംസാരിച്ചു. കാരണം ഞാൻ ഈ പറയുന്ന ഈ നിരാഹാരം കിടക്കുന്ന അവിടെ, അതായത് കേരള ഹൗസിൻ്റെ അടുത്ത് ഭാഗത്ത് ദിവസവും വീട്ടിൽ ഒരു പ്രാവശ്യം കാണാൻ പോകും. അവിടുത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നതെന്ന് അറിയണമല്ലോ. എങ്ങനെയാണ് പ്രൊട്ടസ്റ്റിൻ്റെ വേരിയേഷൻ, അതെങ്ങനെ മുന്നോട്ട് പോകുമോ, അവർക്ക് ആവേശമുണ്ടോ, ഈ കുട്ടികളെയൊക്കെ കാണാൻ, കൊച്ചു കുട്ടികളാണ്, അപ്പോൾ അവരെയൊക്കെ കാണാൻ പോകും. അപ്പോഴാണ് ഇപ്പോൾ ഇന്നലെ പോയപ്പോഴും എനിക്ക് പിടികിട്ടി, ഇത്രമാത്രം പോലീസ് ബ്രൂട്ടാലിറ്റി നടന്നിട്ട് പോലും അത് വീണ്ടും ശക്തി ആർജിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നലെ രാത്രി 9 മണിക്ക് പെട്ടെന്ന് കൊനാട്ട് പ്ലേസിൽ വീണ്ടും ഒരു ജനക്കൂട്ടമൊക്കെ കൂടി. അതായത് പല ഭാഗത്തോട്ടും വൈഡ് സ്പ്രെഡായിട്ട് ഇതങ്ങ് തിരിയുകയാണ്. ഇതാണ് പിന്നെ രാഹുൽ ഗാന്ധി ഒരു എത്തും പിടിയാതെ രാഹുൽ ഗാന്ധി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്. അതായത് ഹേമന്ത് കാർഗെ, AICC പ്രസിഡന്റിൻ്റെ വീട്ടിൽ അയാളുടെ ബർത്ത്ഡേ, ഈ പറയുന്ന റേസ് കോഴ്സ്, ഇപ്പം കല്യാൺ മാർഗ് എന്നതിന് പേരിട്ടിരിക്കുന്നത്, പ്രധാനമന്ത്രി വീട്ടിൽ നിന്ന് 150 മീറ്റർ മാത്രമേ ഉള്ളൂ നടക്കാൻ. അപ്പോൾ അവിടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയത്തില്ല. കാരണം ഇതിൻ്റെ പോപ്പുലാരിറ്റി മാസീവായിട്ട് സോഷ്യൽ മീഡിയ കൂടെ കൂടുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആരാ? ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർ. ഏകദേശം 90% ഈ പ്രൊട്ടസ്റ്റിലും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിരിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരാ. ബാക്കിയുള്ളവർ 5-10% മാത്രമേ ഉള്ളൂ. അതായത് സിഖുകാരാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഇത് മറ്റുള്ളവരാണെങ്കിലും ബാക്കി ഏറ്റവും ഭൂരിപക്ഷം ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഇതിനെ എങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റും? ഇവർ വന്നിരിക്കുന്ന അധികം BJP വീടുകളിൽ നിന്നാണ്, BJPക്ക് വോട്ട് ചെയ്യുന്നവരാണ്. അപ്പം ഈ സാധനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങ് പെരുകാൻ തുടങ്ങി. ഈ പറയുന്ന ഗോധി മീഡിയ എത്രമാത്രം ഡിഫെൻഡ് ചെയ്തിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ JP നഡ്ഡ, അതായത് ഹെൽത്ത് മിനിസ്റ്റർ, ഈ ആശുപത്രി റാം-മനോഹർ ലോയയിലും ലേഡി ഹാർഡിംഗ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന CJP പ്രവർത്തകരെ കാണാൻ പോയി. നിവൃത്തിയില്ലാതെ ഒരു നിവൃത്തിയില്ല. അതിൻ്റെ പേരിലാണ് കാണാൻ പോയത്. കാരണം മനസ്സിലായി മോദിക്കെതിരെ തിരിയുകയാണ് ഈ സമരം. അതായത് മനസ്സിലാക്കുക, ഈ സമരത്തിനകത്ത് ഈ വിദ്യാർത്ഥികൾ പറയുന്ന ഈ സ്ലോഗനുണ്ട്, മോദിയെ പച്ചത്തെറിയാ പറയുന്നത്. മോദി തൻ്റെ തന്തയുടെ അല്ല ഇന്ത്യ എന്ന് പച്ചയ്ക്ക് പറയുകയാണ്.
അതൊന്നും ഈ കഴിഞ്ഞ 12 വർഷം ഇന്ത്യയിൽ എവിടെയും മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമല്ല. ഇന്ത്യ ഞങ്ങളുടേതാണ്, ഇന്ത്യക്കാരുടേതാണ്. മോദി എന്ന് പറഞ്ഞ ഗുജറാത്തിയുടെ അല്ല ഇന്ത്യ, BJPയുടെ അല്ല ഇന്ത്യ. ഇത് പറയുന്ന ഒരു വലിയൊരു കൂട്ടരുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരു ആംഗ്ലിക്കൻ ഇന്ത്യൻ എന്ന് വേണേൽ പറയാം. അത് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്ന മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് ഇന്ത്യൻസാണ് ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത്. ഇവരാണ് ബേസിക്കലി BJPയുടെയും മോദിയുടെയും വോട്ട് ബാങ്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി സോനം വാങ്ചുക്കിനെ കാണാൻ വേണ്ടി JP നഡ്ഡയും ജിതേന്ദ്ര സിംഗ്, പ്രധാനമന്ത്രിയുടെ ഇൻചാർജ്, ഓഫീസിന് ഇൻചാർജുള്ള 2 മന്ത്രിമാര് അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. രണ്ടാമത്തെ പ്രാവശ്യവും CJPയുമായിട്ട് ചർച്ച നടത്താൻ ഗവൺമെന്റ് മുതിരുന്നു. രാഹുൽ ഗാന്ധി ചർച്ചയ്ക്ക് അവിടെ പ്രതിഷേധം പെട്ടെന്ന് സർജിക്കൽ സ്ട്രൈക്ക് പോലെ സംഭവം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം സംഭവത്തിന്റെ പിക്ചർ അങ്ങ് മാറി. കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ കയറി ഇങ്ങ് വന്നു. ഗവൺമെന്റ് ഭയന്നുപോയി. 56 ഇഞ്ച് മോദി എന്ന് പറയുന്ന എലിയേക്കാളിലും ഭയന്ന് ഓടിപ്പോവുകയാണ്. ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നെന്താണ് കൂടുതൽ വന്നിരിക്കുന്നത്? ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷൻ അടച്ചു, ആ ഭാഗത്ത് ജാമർ വെച്ചു, ഗവൺമെന്റിന് പിടികിട്ടി. ഇതുകൊണ്ടൊന്നും ഈ സംഭവം തീരാൻ പോകുന്നില്ല. ഞാൻ അറിയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ പറയുന്ന പ്രൊട്ടസ്റ്റിൽ നിന്ന് മാറി നിന്നത്. അത് ഞാൻ വീണ്ടും പറയുന്ന, രാഹുൽ എന്ന് പറഞ്ഞൊരു മരമൊണ്ണയാ. ഈ പറയുന്ന ശരത് പവാറും പവാറിൻ്റെ മകള്, ശരത് പവാറാണ് ഇയാളുടെ മേജർ അഡ്വൈസർ. അവർ രണ്ടും BJPയിലോട്ട് മോളെ മന്ത്രിയാക്കിയിട്ട് മരിക്കാൻ വേണ്ടി നടക്കുവാണ് ശരത് പവാർ. ശരത് പവാറിൻ്റെ അഡ്വൈസ് കൊണ്ടാണ് ഇത്രയും നാളും ഈ രാഹുൽ ഗാന്ധി എല്ലാത്തിൽ നിന്നും മാറുന്നത്. അപ്പൊ ഇന്നലെ എന്താ ഉണ്ടായത്? ആരോടും ഒന്നും തീരുമാനിച്ചില്ല. പെട്ടെന്ന് കോൺഗ്രസ് നേതാക്കന്മാരങ്ങ് തീരുമാനിച്ച് പെട്ടെന്ന് പോയി. കാരണം ഈ കോൺഗ്രസിൻ്റെ അകത്ത് നിൽക്കുന്ന ഘടകകക്ഷികൾ അവരുടെ താല്പര്യം വേറെയാണ്. അവർ BJPയുടെ B ടീമായിട്ട് കോൺഗ്രസിനകത്ത് വർക്ക് ചെയ്യുകയാണ്. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. അത് ഈ മരമൊണ്ണ രാഹുലിന് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ മാത്രമൊന്നുമല്ല പറയുന്നത്, ഇന്ത്യയിലെ അതിപ്രഗത്ഭരായ പൊളിറ്റിക്കൽ എക്സ്പേർട്ടുകളും പറയുന്നുണ്ട്. ഈ ഗവൺമെന്റിനെതിരെ ഇത്രമാത്രം ചാൻസ് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കുന്നത്? ഇന്നലെയാണ് അതിന് മാറ്റം ഉണ്ടായത്. പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ പ്രതിഷേധം ഇരിക്കാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് അതിന് പിക്ചറങ്ങ് മാറി, CJPക്ക് പിന്തുണ കൊടുക്കുന്നു. മോദി ഗവൺമെന്റ് പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഇത് ഞാൻ ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു ഈ സംഭവം. ഇതുണ്ടാകാൻ പോവുകയാണ്. അതായത് നമ്മൾ ഈ ജനങ്ങളോട് സംസാരിക്കാൻ മനസ്സിലാകില്ല. ഞാൻ ഡൽഹി ജീവിക്കുന്നയാളാണ്. അപ്പോൾ ജനങ്ങളിലൊരു പൾസുണ്ട്. ഇവിടുത്തെ എല്ലാ മിഡിൽ ക്ലാസിൻ്റെ, ലോവർ മിഡിൽ ക്ലാസിൻ്റെ ആഗ്രഹം എന്താ? അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ഫ്യൂച്ചർ. രണ്ടാമത്തെ ഏറ്റവും വലിയ കൺസേൺ എന്താ? ഇന്ത്യയിലെ തൊഴിലില്ലായ്മ. അത് വലിയ കൺസേൺഡാണ്. ഇതൊന്നും പറയുമ്പോഴത് വിശ്വഗുരുവിന് ഒരു അനക്കമില്ല. അതായത് ഇത്രമാത്രം മോദിയെ പച്ചത്തെറി വിളിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഈ സമയത്താണ് ഒരു 10-20 ദിവസം കൊണ്ടാണ് ഉണ്ടായത്. പച്ചത്തെറിയാണ് മോദിയെ വിളിക്കുന്നത്. ഇത് മനസ്സിലാക്കി മോദി ഗവൺമെന്റ്. അതുകൊണ്ടാണ് അവർക്ക് ഏത് വില കൊടുത്തും ഈ പ്രൊട്ടസ്റ്റ് നിർത്തിയേ മതിയാവും. കാരണം എന്താ? ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലാകമാനം BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ പോലും പ്രകടനം നടക്കുകയാണ് ഇതിന് അനുകൂലമായിട്ട്. കാരണം ഇതിൻ്റെ പിച്ച് മാറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മോദി എന്ന് പറയുന്നത് അയാളുടെ നട്ടലിന് തന്നെ വെടിതീർന്നു പോയത്. അയാൾ ചുരുണ്ടുകൂടിപ്പോയി. അല്ലെങ്കിൽ ഇത്രയും നാളും പ്രതിപക്ഷമായിട്ടോ ആരുമായിട്ടും ചർച്ച നടത്താത്ത മോദി ഇന്നലെ എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി. CJPയുമായിട്ട് ചർച്ച തയ്യാറാണ്. എന്താണ് അവരുടെ ആവശ്യം, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതിനെ തകർക്കാനാണ് മോദിയും BJPയും RSSും ശ്രമിച്ചത്. ജനാധിപത്യത്തെ ഇല്ലാതാക്കുക. ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് എന്ന് ജനാധിപത്യം തീരുന്നുവോ അതോടുകൂടി ഇന്ത്യയിൽ BJP എന്ന പാർട്ടി ഇല്ലാതാകും.
കാരണം അത്രമാത്രം ഇന്ത്യക്കാർ ജനാധിപത്യത്തിൽ ജീവിക്കുന്നവരാണ്. അതിനെ നശിപ്പിക്കാൻ മോദിയോ BJPയോ RSSോ ശ്രമിച്ചാൽ അതവരുടെ അന്ത്യം കുറിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്രമാത്രം പോലീസ് ബ്രൂട്ടാലിറ്റി, ഇത്രമാത്രം അറ്റാക്ക് നടന്നു അതിക്രൂരമായിട്ട്. വീണ്ടും എന്താ ഈ പ്രൊട്ടസ്റ്റ് കയറി വരുന്നത്? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇറാനല്ല, ഇന്ത്യ പാകിസ്ഥാനല്ല. ആദ്യം മനസ്സിലാക്കുക, ഇന്ത്യ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ വെടിതീർന്നു പോവും. അതുകൊണ്ടാണ് ഞാൻ പല ആവർത്തി പറയുന്നത്, നിങ്ങൾക്ക് ഈ പോലീസിനെ കുറിച്ച് കൊണ്ടും പട്ടാളത്തെ കൊണ്ടും ഒരു പരിധി വരെ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ വലിയൊരു രാജ്യമാണ്. ആ രാജ്യത്ത് ഈ പറയുന്ന പോലീസ് ബ്രൂട്ടാലിറ്റിയും ഇതിനൊക്കെ ആക്ഷൻ, ക്രാക്ക് ഡൗൺ, ഇതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഒരു പരിമിതിയിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കോ, തൊലഞ്ഞ് നാശമായി പോകും, ഒന്നും അല്ലാതായി പോകും. അതായത് ഡൽഹി ഒന്നും പിടിക്കാൻ വലിയ സമയമൊന്നും വേണ്ട ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. അതവർ ഈ 20-ാം തീയതി കാണിച്ചു കൊടുത്തു. ഇത്രമാത്രം പോലീസ്, ഇത്രമാത്രം സന്നാഹവും ഉണ്ടായിട്ടൊരു പുല്ലും നടന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് പേടിയായി. കാരണം അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും ഈ പ്രതിഷേധം നിർത്തുവാൻ വേണ്ടി മോദി രണ്ടും കൽപ്പിച്ച് മുന്നിൽ നിൽക്കുന്നത്. ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ, അയാൾ എന്താ BJP വിടാത്തത്? അയാൾ BJPയേക്കാൾ ഏറ്റവും ഹാർഡ് കോർ RSSകാരനാണ്. അയാളുടെ കുടുംബം മുഴുവൻ RSS ആണ്. ഈ RSSൻ്റെ സേവാഭാരതിക്കൊക്കെ ഫണ്ടിങ്ങിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ഇയാൾ നേരത്തെ പെട്രോളിയം മിനിസ്റ്ററായിട്ടിരുന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്തതാണ്. ഈ ചോദ്യപേപ്പർ ലീക്ക് പോലും ഇയാൾ BJPക്ക് വേണ്ടി RSSനും വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടെൻഡർ മുഴുവൻ ഇവന്മാർക്ക് കൊടുത്തു. അവന്മാരത് മാക്സിമം പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പം ഇയാൾ പാർട്ടി പറയുന്നതാണ് കേട്ടിരിക്കുന്നത്. അയാൾ ഇൻഡിവിജ്വൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ അയാളെ പുറത്താക്കും? ഇവിടെയാണ് ചോദ്യചിഹ്നം ഉണ്ടായേക്കുന്നത്. മനസ്സിലാക്കുക, ഇന്ത്യയിലെ ജനങ്ങൾ, അതായത് യുവരക്തം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും ശരത് പവാറോ അതേപോലെ രാഹുൽ ഗാന്ധിയോ ഉദ്ദേശിക്കുന്നതൊന്നും അല്ല. അതിനൊക്കെ അപ്പുറമാണ്. അവർക്ക് ഇന്ത്യയും ലോകത്തെയും കൃത്യമായിട്ടറിയാം. നല്ല വെൽ അസസ്ഡ് ആണ് അവർ. അപ്പം അവരെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകരുത്. അവർക്ക് നിങ്ങളെക്കാളും കാര്യങ്ങൾ അറിയാം. ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞപ്പം ഈ മരങ്ങോടന്മാർ, സംഘികൾ എന്നെ അതിൻ്റെ തെറി വിളിച്ചു. അതിവിടുത്തെ വലിയ ചോദ്യചിഹ്നമാണ്. ആയിരക്കണക്കിന് ജോലികളാണ് പോകുന്നത്. ആൾക്കാരെങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഇന്ത്യയുടെ എക്കോണമി താഴോട്ട് പോകുന്നു. ഗവൺമെൻറ് പറയുന്നത് മുഴുവനും കള്ളമാണ്. അത് ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഡിജിറ്റൽ വേൾഡാണ്. ഇവർക്ക് ഓരോ ഡാറ്റയും കിട്ടും. ഇതാണ് സുപ്രധാനം എന്ന് പറയുന്നത്. അവസാനം നല്ലത് സംഭവിക്കാൻ പോകുന്നു. മോദി ഗവൺമെൻറ് ഇളകി തുടങ്ങി. അവരെല്ലാ ചർച്ചയ്ക്കും വഴങ്ങി. എന്തു വേണമെങ്കിലും ഏത് രീതിയിലും പോകാൻ അവർ തയ്യാറാണ്. CJP എന്ന് പറഞ്ഞാൽ വളരെ പുച്ഛമായിട്ട് കണക്ക് കൂട്ടിയിരുന്നു. അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ആവശ്യം അംഗീകരിച്ചു, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാം. അത് അടുത്ത CJPയുടെ ഡിമാൻഡ് വരാൻ പോവുകയാണ്. ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് ഇന്ത്യയിലെ ഇലക്ഷൻ റിഫോംസ്. അതായത് പഴയ രീതിയിലോട്ട് ഇന്ത്യ ബാലറ്റ് പേപ്പറിലോട്ട് പോകണം. അവരുടെ ഡിമാൻഡ് വരാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത അതായിരിക്കും. അതോടുകൂടി മോദിയുടെ വെടി തീരും. മോദി ഇന്ത്യയെപ്പോലും നിൽക്കാൻ പറ്റാത്ത രീതിയാകും. കാരണം വല്ലാത്ത ജനാധിപത്യം, ഡെമോക്രസി രീതിയിലാണ് മോദിയും കൂട്ടരും പോകുന്നത്. അതിന് പൂർണ്ണ പിന്തുണ RSSൻ്റെ ഉണ്ട്. അതായിരിക്കും രണ്ടാമത്തെ അടുത്ത ഇഷ്യൂ അവരെടുത്തിടാൻ പോവുകയാണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർക്ക് മോദി ഗവൺമെൻറ് മോദിക്ക് വോട്ട് ചെയ്തവരാണ് അവരുടെ കുടുംബം. ഇന്ന് മോദിയോടും അവരുടെ കൂട്ടാളികളോടും 1% പോലും പുതിയ തലമുറയ്ക്ക് വിശ്വാസമില്ല. അതിൻ്റെ കാരണമാരാ? ഈ പറയുന്ന മോദിയും കൂട്ടരും തന്നെയാണ്. കള്ളത്തരങ്ങൾ മാത്രമാണ് മുഴുവനും പറഞ്ഞു കൂട്ടുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളിലോട്ട് കടക്കുകയാണ്. അതായത് CJP എന്ന് പറയുന്ന ഇന്ത്യയിലൊരു മാസ് മൂവ്മെൻ്റാണ്.
അത് മനസ്സിലാക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി ചാടിക്കേറിയത്. ഇനി രക്ഷയില്ല മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് പിന്തുണ കൊടുക്കുന്നത്. മനസ്സിലാക്കും, ഇതൊരു മാസീവ് മൂവ്മെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ വരികയാണ്. സംഘപരിവാറിൻ്റെ അതിൻ്റെ അവസാന നാളുകളിലോട്ട് പോകുന്നു. ഇതാണ് ഇന്ത്യ കാണാൻ പോകുന്ന ഒരു വിചിത്രമായ ഒരു ചിത്രമാണ്. വരാനുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോണം.